Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീക്കിൽ ഇലക്ട്രോണിക്സ് ഡിവൈസസിന്റെ MCQ സെറ്റ് 8th ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഗേറ്റിനുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ ഇലക്ട്രോണിക് ഡിവൈസ് എന്നുള്ള ഒരു ടോപ്പിക്കിലുള്ള MCQ 8ാമത്തെയാണ് നമ്മൾ ഈ ഒരു വീക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, the drift current is 200 milliampere and the diffusion current is 2 ampere. What is the total current in the semiconductor diode? അപ്പോൾ ഒരു സെമികണ്ടക്ടർ ഡയോഡിന്റെ ഡ്രിഫ്റ്റ് കറന്റ് നമുക്ക് 200 milliampere തന്നിട്ടുണ്ട്, ഡിഫ്യൂഷൻ കറന്റ് 2 ampere തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കറന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസിൽ നമുക്ക് തന്നിരിക്കുന്നത് 3 ampere, 2.8 ampere, 2.2 ampere and 2.02 ampere ആണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 2.2 ampere ആണ്. കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഡ്രിഫ്റ്റ് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കറന്റ് ഇൻ ദ സെമികണ്ടക്ടർ ഡ്യൂ ടു ദ മൂവ്മെന്റ്സ് ഓഫ് ഇലക്ട്രോൺസ് വിച്ച് ഈസ് ഡ്യൂ ടു ദ അപ്ലൈഡ് വോൾട്ടേജ്. നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജിന്റെ കാരണം അതിലുണ്ടാകുന്ന ആ ഒരു ഇലക്ട്രോൺസുകളുടെ മൂവ്മെന്റ്. ഓക്കെ, ആ ഒരു സെമി കണ്ടക്ടറിൽ ഒരു കറന്റ് ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിലുണ്ടാകുന്ന ഇലക്ട്രോൺസുകൾ മൂവ് ചെയ്യുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ച് ആ ഇലക്ട്രോൺസിൽ ഉണ്ടാകുന്ന ഒരു മൂവ്മെന്റ് കാരണം ഉണ്ടാകുന്ന കറന്റ് ആണ് ഡ്രിഫ്റ്റ് കറന്റ് എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കറന്റ് ഇൻ ദ സെമി കണ്ടക്ടർ ഡ്യൂ ടു ഡിഫ്യൂഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ്. ചാർജ് കാരിയേഴ്സിന്റെ ഡിഫ്യൂഷൻ കാരണം ഉണ്ടാകുന്ന ഒരു കറന്റ് ആണ് ഡിഫ്യൂഷൻ കറന്റും. അതേപോലെ തന്നെ ചാർജ് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ് ആയിരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന ആ ഒരു കറന്റിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ കറന്റ് എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റ് കറന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോൺസുകളുടെ മൂവ്മെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ഒരു സെമി കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഇലക്ട്രോണുകളുടെ മൂവ്മെന്റ് കാരണം ഉണ്ടാകുന്ന കറന്റാണ് ഡ്രിഫ്റ്റ് കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു സെമി കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ടോട്ടൽ കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് ദ ഡ്രിഫ്റ്റ് കറന്റ് ആൻഡ് ദ ഡിഫ്യൂഷൻ കറന്റ്. ഡിഫ്യൂഷൻ കറന്റും ഡ്രിഫ്റ്റ് കറന്റും കൂടി സം ആണ് നമുക്ക് വരുന്ന ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡ്രിഫ്റ്റ് കറന്റ് 200 milliampere തന്നിട്ടുണ്ട്, ഡിഫ്യൂഷൻ കറന്റ് 2 ampere തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്? 2.2 ampere ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രിഫ്റ്റ് കറന്റ് ഇൻ സെമി കണ്ടക്ടർ ഡിപെൻഡ്സ് അപ്പോൺ. ഒരു സെമി കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് കറന്റ്. ഡ്രിഫ്റ്റ് കറന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഒരു അപ്ലൈഡ് വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ട് ഒരു സെമി കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസുകളുടെ മൂവ്മെന്റ്സ് കാരണം ഉണ്ടാകുന്ന കറന്റ് ആണ് ഡ്രിഫ്റ്റ് കറന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഡ്രിഫ്റ്റ് കറന്റ് എന്തിനെയൊക്കെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്? ഓപ്ഷൻസ് നോക്കൂ. ഓൺലി ദ ഇലക്ട്രിക് ഫീൽഡ്, only the carrier concentration gradient, both the electric field and carrier concentration, both the electric field and carrier concentration gradient. So option C is the right answer. Both the electric field and carrier concentration. Option C ആണ് right answer വരുന്നത്. Okay, അപ്പോൾ നോക്കൂ, ഒരു ഡ്രിഫ്റ്റ് കറന്റ് ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? J is equal to sigma E ആണ്. That is E into n mu n plus p mu p into E ആണ്. അതായത് സിഗ്മയ്ക്ക് പകരം നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. E into n mu n plus p mu p into E എന്ന് വരും. So the drift current in semiconductor depends upon. ഒരു സെമികണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് കറന്റ് എന്തിനെയൊക്കെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് ഇലക്ട്രിക് ചാർജ്, ദാറ്റ് ഈസ് E. മൊബിലിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സ് mu n അല്ലെങ്കിൽ mu p രണ്ടും വരും. മൊബിലിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സ്, ഇലക്ട്രിക് ഫീൽഡ് E, കാരിയർ കോൺസെൻട്രേഷൻ, ഇതിനൊക്കെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആണ് നമുക്ക് റൈറ്റ് ആൻസർ വരുന്നത്. ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ കാരിയർ കോൺസെൻട്രേഷനും ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് field of intensity 10 V per centimeter across a semiconductor at a certain temperature, the average drift of free electron is measured to be 70 meter per second. Then the electron mobility, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇലക്ട്രോൺ മൊബിലിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺ നമുക്ക് തന്നിട്ടുണ്ട്. ആവറേജ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇലക്ട്രോൺ മൊബിലിറ്റി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 700 cm² per Vs ആണ് വരുന്നത്. അപ്പോൾ ഒരു മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ഫാസ്റ്റ് ഈസ് ദ ചാർജ് കാരിയർ ഇൻ മൂവിംഗ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് കാരിയർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്രത്തോളം വേഗതയിൽ അല്ലെ എത്രത്തോളം സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? മ്യൂ ആണ്. ഓക്കെ, അപ്പോൾ മൊബിലിറ്റിന് നമുക്ക് എന്ത് പറയാം? മ്യൂ ഈസ് ഈക്വൽ ടു VD by E എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് cm² per Vs ആണ്. VD എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി, E ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 10 ആണ്. അതേപോലെ VD എന്ന് പറയുന്നത് 70 meter per second, that is equal to 7000 centimeter per second ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു മ്യൂ ഇക്വേഷനിൽ VD by E ആണ്. VD എന്ന് പറയുന്നത് എത്രയാണ്? 7000 by 10. അപ്പോൾ 0 ക്യാൻസൽ ചെയ്താൽ 700 cm² by Vs വരും. ഓക്കെ, if a mobility of electron and holes is depicted by mu E and mu H respectively,
then which of the following is true? അപ്പോൾ mu e ഇതാന്നുണ്ട്, അതുപോലെ തന്നെ mu h, അതായത് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ആണ് mu e എന്ന് പറയുന്നത്, മൊബിലിറ്റി ഓഫ് ഹോൾസ് ആണ് mu h എന്ന് പറയുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന റിലേഷൻ നമുക്ക് ഏതാ സാറ്റിസ്ഫൈ ചെയ്യാൻ? ഓപ്ഷൻ ഡി is the right answer. mu e greater than mu h ആണ് വരുന്നത്, അതായത് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ is greater than മൊബിലിറ്റി ഓഫ് ഹോൾസ് ആണ് വരുന്നത്. അപ്പോൾ the ability of a hole or electron to move through a metal or a semiconductor in the presence of applied electric field is termed as hole or electron mobility. ഒരു ഇലക്ട്രോൺ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഒരു സെമി കണ്ടക്ടറിൽ മൂവ്മെന്റ്സ് ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോൾസ്, അതിന്റെ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഓർ ഹോൾ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഡിനോട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ Vp is equal to mu p into E ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് mu p ആണ്. mu p is equal to Vp by E. Vp എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഹോൾസ് ആണ്. mu p എന്ന് പറയുന്നത് മൊബിലിറ്റി ഓഫ് ഹോൾസ് ആണ്. E എന്ന് പറയുന്നത് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ്? Vp ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഹോൾസ്, mu p മൊബിലിറ്റി ഓഫ് ഹോൾസ് ആൻഡ് E is the അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പോൾ ദ എഫക്റ്റീവ്നെസ് മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇതിൽ പാസ് ചെയ്യുന്നത്. 9.11 into 10 to the power minus 31 kilogram ആണ്. Holes being present in the valence band are closer to the nuclei and experience more attractive force and hence have a higher effective mass. അപ്പോൾ ഹോൾസ് എന്ന് പറയുന്നത് ആ ഒരു വാലൻസ് ബാൻഡിൽ, അതായത് ന്യൂക്ലിയ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ഈ പറയുന്ന ഹോൾസിന് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ conduction of electron take place in the conduction band and conduction of holes take place in the valence band. conduction ബാൻഡിലായിരിക്കും ഇലക്ട്രോൺസുകളുടെ കണ്ടക്ഷനും വാലൻസ് ബാൻഡിലാണ് ഹോൾസുകളുടെ കണ്ടക്ഷനും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ pull of nuclei is stronger on valence electrons, more energy is needed to move holes than electrons. അപ്പോൾ നമുക്ക് ഈ പറയുന്ന വാലൻസ് ബാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ ഒരു ന്യൂക്ലിയക്ക് കൂടുതൽ അട്രാക്ഷൻ എവിടെയായിരിക്കും? വാലൻസ് ഇലക്ട്രോൺസിലായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എനർജി അപ്ലൈ ചെയ്താൽ മാത്രമാണ് ഹോൾസിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും? മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഹയർ ദാൻ ദി മൊബിലിറ്റി ഓഫ് ഹോൾസ് ആണ്. കാരണം കൂടുതൽ എനർജി നമുക്ക് ഹോൾസിൽ അപ്ലൈ ചെയ്താലേ ഹോൾസിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഏകദേശം നമുക്ക് 2.5 to 3 ടൈംസ് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2.5 to 3 ടൈംസ് കൂടുതലായിരിക്കും മൊബിലിറ്റി ഓഫ് ഹോൾസിനേക്കാൾ. ഓക്കെ, ഫോട്ടോ ട്രാൻസിസ്റ്റർ ഈസ് യൂസ്ഡ് ഫോർ. ഫോട്ടോ ട്രാൻസിസ്റ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഐസൊലേഷൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഫോട്ടോ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് സ്വിച്ചിങ് ആൻഡ് കറന്റ് ആംപ്ലിഫിക്കേഷൻ കോമ്പണന്റ് ആണ്. അത് ഒരു എക്സ്പ്ലോഷർ ടു ദ റൈറ്റ്, അതായത് ലൈറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി, ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിൽ നമ്മൾ ഇതാക്കിയിരിക്കുന്നത്. വെൻ ലൈറ്റ് അതിൽ ജംഗ്ഷനിൽ ഫോളോ ചെയ്യുമ്പോൾ റിവേഴ്സ് കറന്റ് ഫ്ലോ ആവുകയും അതെന്ന് പറയുന്നത് അതിന്റെ ലൂമിനൻസിന്റെ പ്രൊപ്പോർഷനിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോട്ടോ ട്രാൻസിസ്റ്റർ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ലൈറ്റിനെ ഡിറ്റക്ട്, ആ ലൈറ്റ് പൾസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ടും അതിനെ ഒരു ഡിജിറ്റൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോട്ടോ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ ഓപ്പറേറ്റഡ് ബൈ ദ ലൈറ്റ് റേദർ ദാൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒരു ലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് കൂടുതലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഒരു ഇലക്ട്രിക് കറന്റിനെ കൂടുതലായിട്ട്. അപ്പൊ ഇതിനെയാണ് നമുക്ക് എന്താണ് ഇതൊരു ഒപ്റ്റോ ഐസൊലേറ്റർ ആയിട്ടാണ് കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒപ്റ്റോ ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് കോമ്പണന്റ് ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് ട്രാൻസ്ഫർ ഇലക്ട്രിക്കൽ സിഗ്നൽ ബിറ്റ്വീൻ ടു ഐസൊലേറ്റഡ് സർക്യൂട്ട്സ് ബൈ യൂസിങ് ലൈറ്റ്. ഒരു ലൈറ്റ് യൂസ് ചെയ്തിട്ട് രണ്ട് ഐസൊലേറ്റഡ് സർക്യൂട്ട്സുകൾ ബിറ്റ്വീൻ ആയിട്ട് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഇലക്ട്രോണിക് കോമ്പണന്റ് ആണ് ഒരു ഒപ്റ്റോ ഐസൊലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒപ്റ്റോ ഐസൊലേറ്റർ പ്രിവെന്റ് വെരി ഹൈ വോൾട്ടേജ് ഫ്രം അഫക്റ്റിംഗ് ദ സിസ്റ്റം ഫ്രം റിസീവിംഗ് ദ സിഗ്നൽ. അപ്പോൾ ആ ഒരു സിഗ്നൽ റിസീവ് ചെയ്തിട്ട് വലിയൊരു ഹൈ വോൾട്ടേജിന്റെ പ്രോബ്ലംസ് വരുന്ന അതിൽ നിന്നൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒപ്റ്റോ ഐസൊലേറ്റർ ആയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ ട്രാൻസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഐസൊലേഷൻ പർപ്പസിനായിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസസിന്റെ MCQ 8th പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.